RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുതുകാട് വിഷയത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. മുതുകാടിനെതിരെ ഏറ്റവും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച CP ഷിഹാബിനെ ഫാസിൽ ബഷീർ എന്ന മെൻ്റലിസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഷിഹാബ് നേരത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് ഖണ്ഡിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കൊണ്ടുവരുന്നു. ഷിഹാബ് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഫാസിൽ ബഷീർ എന്ന മെൻ്റലിസ്റ്റ് അതിലൊരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ കരുതാം. പക്ഷേ ഫാസിൽ ബഷീറിനോടും മുതുകാട് ഫാൻസിനോടും ശ്രീ മുതുകാടിനോടും RR ടോക്സിൻ്റെ 2-3 ചോദ്യങ്ങളുണ്ട്. ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും 3 നേരം മരുന്ന് കഴിക്കുന്ന പോലെ ഉപദേശങ്ങളും വീഡിയോകളുമായി വന്നിരുന്ന ശ്രീ ഗോപിനാഥ് മുതുകാടിന് സംസാരശേഷി നഷ്ടപ്പെട്ടു. CP ഷിഹാബും മാതാപിതാക്കളും അനിൽ മുഹമ്മദ് നടത്തിയ സാമ്പത്തിക ആരോപണങ്ങളും പോക്സോ കേസ് അടക്കമുള്ള FIR നമ്പർ അടക്കം ശ്രീ ഷാജഹാൻ നടത്തിയ വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങി തിരിയുമ്പോൾ എന്തുകൊണ്ട് മുതുകാട് ഇതിനൊന്നും നേരിട്ട് മറുപടി പറയുന്നില്ല? ചോദ്യം ആവർത്തിക്കുന്നു. ശ്രീ മുതുകാടിന് സംസാരശേഷി നഷ്ടപ്പെട്ടോ? ഫാസിൽ ബഷീറിനോടുള്ള അടുത്ത ചോദ്യം, CP ഷിഹാബ് പറഞ്ഞതെല്ലാം കളവാണ് എന്ന് തെളിയിക്കുവാൻ ദിവസങ്ങളെടുത്ത് തെളിവുകൾ ശേഖരിച്ച് ചോദ്യവും മറുചോദ്യവുമായി വളരെ മനോഹരമായ ഒരു വീഡിയോ ചെയ്ത അങ്ങേയ്ക്ക് അനിൽ മുഹമ്മദ് പറഞ്ഞ സാമ്പത്തിക ആരോപണത്തെക്കുറിച്ച് കൂടി ഇത്തരത്തിലൊരു വീഡിയോയും തെളിവുമായി വരാമോ? ഒരു സ്ഥാപനത്തിൽ നിന്നും 2,25,000 രൂപ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാം എന്ന് പറഞ്ഞ് വാങ്ങുകയും മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് തെളിവുകളടക്കം പരിശോധിച്ച് അനിൽ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ വളരെ കോൺഫിഡൻ്റായി നടത്തിയ ഒരു പ്രസ്താവന, അത് കളവാണോ? മറ്റൊരു ചോദ്യം, 1996 മുതുകാട് സ്ഥാപിച്ച ദ അക്കാഡമി ഓഫ് മാജിക്കൽ സയൻസ് എന്ന സ്ഥാപനം നിർധനരായ സ്ട്രീറ്റ് മജീഷ്യൻസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിനും സമൂഹത്തിൽ മറ്റ് പല പ്രയോജനങ്ങൾ ചെയ്യുന്നതിനും ആണ് എന്ന വിഷനോടുകൂടി സ്ഥാപിക്കപ്പെട്ടതാണ്. ഈ ഇത്രയും നാളത്തെ പ്രവർത്തനത്തിനിടയിൽ മാജിക്കൽ അക്കാഡമിയിൽ നിന്നും ഒരാൾ പോലും മുതുകാടിന് ശേഷം ഉയർന്നു വന്നതായി കാണുന്നില്ല. എന്തായിരുന്നു മാജിക് അക്കാഡമിയുടെ ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങളിലെ നേട്ടം? അന്വേഷിച്ച് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഫാസിൽ ബഷീറിനോടുള്ള അവസാനത്തെ ചോദ്യം, കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ മുതുകാടിൻ്റെ സ്ഥാപനത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 FIR നമ്പറുകളെക്കുറിച്ച് ശ്രീ ഷാജഹാൻ വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. 1460/2023, 1461/2023 എന്നീ കേസുകളാണ് പോക്സോ കേസുകളടക്കം മുതുകാടിൻ്റെ സ്ഥാപനത്തിനെതിരെ ചാർജ് ചെയ്തിട്ടുള്ളത്. ഈ കേസുകളെക്കുറിച്ച് കൂടി അന്വേഷിച്ചിട്ട് കേരള പോലീസ് കളവായി എടുത്ത കേസാണെന്ന് തെളിയിക്കുന്ന രേഖകളും ഇൻ്റർവ്യൂകളും ഒക്കെ ആയിട്ട് ഒന്ന് വരാമോ? ഫാസിൽ ബഷീർ മുതുകാടിനെ സംരക്ഷിക്കാനായി മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങി ചെയ്ത വീഡിയോ ആണ് ഇതെന്ന് RR ടോക്സ് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥമായി മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾ ഫാസിൽ ബഷീറിനോട് ചോദിക്കുന്നത്. ദയവായി മറുപടി തരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.